Roshnisfoodnlife. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കാൻ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇന്ന് കട്ട്ലേറ്റ് സീരീസ് ചെയ്യാൻ പോകുന്നത് വാഴക്കൂമ്പ് കൊണ്ടുള്ള കട്ട്ലേറ്റ് ആണ് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ സ്ഥലത്തൊക്കെ വാഴക്കൂമ്പ് എന്നാണ് പറയുന്നത്, പക്ഷെ അതിന് പല പേരുകൾ പറയുന്നുണ്ട്. അപ്പൊ ഇച്ചാനൊക്കെ പറയുന്നത് ചുണ്ടെന്ന് പറയും, വാഴച്ചുണ്ടെന്ന് പറയും. അതുപോലെ പല സ്ഥലത്തും വാഴപ്പൂവെന്ന് പറയുന്നവരുണ്ട് അല്ലെ. പല സ്ഥലത്തും പല പേരാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ സ്ഥലത്ത് എന്താണ് നമ്മുടെ ഈ വാഴക്കൂമ്പിനെ പറയുന്നതെന്ന് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ. അപ്പൊ അത് മാത്രമല്ല, നമ്മുടെ റെസിപ്പിയുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ വാഴക്കൂമ്പ് വെച്ച് കട്ട്ലേറ്റ് ചെയ്യാൻ പോവാണ്. ഒട്ടും വൈകാതെ നമുക്ക് നോക്കാം എങ്ങനെയാണ് നല്ല അടിപൊളി വാഴക്കൂമ്പ് കൊണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പൊ നമുക്ക് വാഴക്കൂമ്പ് കൊണ്ടുള്ള അടിപൊളി കട്ട്ലേറ്റ് തയ്യാറാക്കി എടുത്താലോ. അപ്പൊ ഞാനിവിടെ ഒരു ചെറിയ കൂമ്പാൻ എടുത്തത്. അപ്പൊ ഞാൻ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പൊ അതിന്റെ കറ കളയാനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് തിരുമ്മി എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കറയെല്ലാം പോയി റെഡിയാക്കി എടുത്തിരിക്കുന്ന വാഴക്കൂമ്പാണിത്. അപ്പൊ ഞാനിത് ചെയ്യാൻ പോകുന്നത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. ഞാനിങ്ങനെ സോട്ട് ചെയ്തെടുക്കുന്നില്ല, നമ്മൾ ഉള്ളിലിട്ടൊന്നും വഴച്ചെടുക്കുന്നില്ല. അതിന് പകരം ആവിയിൽ വേവിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വാഴക്കൂമ്പിനെ ഞാൻ സെറ്റാക്കി നമ്മുടെ ഇഡലി പാത്രത്തിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും ഒരുപാട് സമയം എടുക്കുമെന്ന്. സമയമൊന്നും എടുക്കത്തില്ല, കാരണം ഞാൻ അടിയിൽ പൊട്ടറ്റോ ആണ് ഇട്ടേക്കുന്നത്. അപ്പൊ ഞാനൊരു പൊട്ടറ്റോ എടുത്ത് ഞാൻ ജസ്റ്റ് ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടി അടിയിൽ ഇട്ടിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് തന്നെ നമ്മുടെ വാഴക്കൂമ്പ് അരിഞ്ഞ് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയുന്ന പോലെ അരി ഒരേ സമയത്ത് തന്നെ നമുക്ക് രണ്ടും കുക്കായി കിട്ടും. അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ കൂമ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ പൊട്ടറ്റോയും അതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പൊ എല്ലാം ഒന്ന് മാഷ് ചെയ്ത് വെക്കണം. അപ്പൊ ആ പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് വഴച്ചെടുക്കണം കേട്ടോ. അപ്പൊ അതിനായിട്ട് ഞാനൊരു പാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പൊ ഞാനൊരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചെറുതായത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തത് നമ്മുടെ ഇഞ്ചിയാണ് കേട്ടോ, ചെറിയ കഷ്ണം ഇഞ്ചിയാണ്, അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തത് നമ്മുടെ പച്ചമുളക്, ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട് വട്ടത്തിൽ അരിഞ്ഞത്. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളിലേക്ക് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് നമ്മുടെ മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പം എപ്പോഴും ചേർക്കാറ് പോലെ നമുക്ക് ഗരം മസാലയും കുരുമുളക് പൊടിയും മാത്രം മതി കേട്ടോ. അപ്പൊ ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും അല്പം ഗരം മസാല മതി കേട്ടോ. ഒരു പിഞ്ച് ഗരം മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഉള്ളിയും മസാലയും എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ കൂമ്പ് വേവിച്ചത് എടുത്തത് വാഴക്കൂമ്പ് വേവിച്ചെടുത്തിട്ട് ഞാനിപ്പോ ബൗളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ വാഴക്കൂമ്പാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് ഇതിലേക്ക് നമ്മുടെ പൊട്ടറ്റോ മാഷ് ചെയ്ത് വെച്ചതാണ്. അപ്പൊ ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പൊട്ടറ്റോ ആണ് എടുത്തത്. അപ്പൊ ഞാനിങ്ങനെ പുഴുങ്ങി അതുപോലെ തന്നെ നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ എന്തായാലും ഒരു 1/4 കപ്പ്, നമ്മുടെ 4 ടേബിൾ സ്പൂണാണ് നമ്മുടെ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉള്ളിയുടെ മസാല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് അവസാനം ചേർത്ത് കൊടുത്താൽ മതി. മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ ബൗളിലായിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റിനുള്ള മിക്സിയുടെ റെഡിയാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം കേട്ടോ. അപ്പം ഓവൽ ആണെങ്കിലും റൗണ്ട് ആണെങ്കിലും ഇനിയിപ്പം ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ ഷേപ്പ് ആക്കി എടുക്കാൻ പോവാണ്. അപ്പം കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തോ കേട്ടോ. അപ്പൊ ഒട്ടും കയ്യിൽ ഒട്ടി പിടിക്കാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് ഷേപ്പ് എടുക്കാൻ പറ്റുവേ. ജസ്റ്റ് ഡിപ്പ് ചെയ്തെടുക്കുന്ന നമ്മുടെ മുട്ടയിൽ തന്നെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മുട്ട വേണ്ടെന്നുണ്ടെങ്കിൽ കോൺഫ്ലവറും മൈദയൊക്കെ യൂസ് ചെയ്യാം. അപ്പൊ മുട്ടയാകുമ്പോൾ കുറച്ചുകൂടി ക്രിസ്പി ആയി കിട്ടും. അപ്പം ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അത് തന്നെയാണ്, അതുകൊണ്ട് ഞാൻ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
ബ്രെഡ് ക്രംസ് റെഡിയാണ്. അതുപോലെ നമ്മൾ മുട്ടയും ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കട്ട്ലേറ്റ് ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് അതുപോലെ നമ്മുടെ ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം. ഒക്കെ റെഡിയാണ്. നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ എണ്ണയുടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മുടെ കട്ട്ലേറ്റ്സ് ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ രണ്ട് സൈഡും നന്നായിട്ട് മുരിച്ചെടുത്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ ഓൾറെഡി നമ്മുടെ കൂമ്പാണെങ്കിലും എല്ലാം നല്ല കുക്ക്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് പുറം ഒന്ന് ക്രിസ്പി ആക്കി എടുത്താൽ മാത്രം മതി. രണ്ട് സൈഡ് ഞാൻ മുരിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കട്ട്ലേറ്റ്സ് റെഡി ആയിരിക്കുകയാണ്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന കട്ട്ലേറ്റ്സിനെ ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റിയാലോ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വാഴക്കൂമ്പ് കട്ട്ലേറ്റ്? അടിപൊളിയായിട്ടില്ലേ? കട്ട്ലേറ്റ് ആണ് കേട്ടോ. അപ്പൊ ശരിക്കും അതിന്റെ ഒരു ടേസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കത്തേ ഇല്ല. നമ്മുടെ പൊട്ടറ്റോ എല്ലാം കൂടെ മേർജ് ആയി കഴിഞ്ഞാൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കിട്ടുന്നത് കേട്ടോ. അപ്പോഴത്തെ ചൂടോടെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ അതിനൊരു വേറെ ടേസ്റ്റ് ആണ്. അപ്പം എന്തെങ്കിലും ഡിപ്പിങ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. സോസുകൾ യൂസ് ചെയ്താണെങ്കിലും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇനിയിപ്പം പൊതിന വെച്ചിട്ടുണ്ടെങ്കിൽ ചട്നി ഉണ്ടെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിപ്പിങ്സ് യൂസ് ചെയ്ത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടാൻ ആരും മറക്കരുത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കട്ടോ. അപ്പൊ ഞാനെടുത്ത വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പൊ ഒന്നും മിസ്സാവാതെ കാണാനും പറ്റേ. അടുത്തൊരു കട്ട്ലേറ്റ് റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ റോഷ്നിസ് ഫുഡ് ആൻഡ് ലൈഫ്.